ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഞങ്ങൾ നാട്ടിൽ പോകുന്നത് പ്രമാണിച്ച് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഷോപ്പിങ്ങിന് പോകും. നമ്മൾ എവിടേക്കാ പോകുന്നത്? ഷാർജ സിറ്റി സെന്ററിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ ഉപ്പാന്റെ കൂടെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളായിട്ട് പോവാണ്. അപ്പൊ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടാക്സി വന്നു. നമ്മൾ ടാക്സിയിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങുകയാണ് അല്ലേ. ഈ ഒരു യാത്രയിൽ ഞാൻ പണ്ടത്തെ എൻ്റെ ചെറുപ്പകാലത്തിലോട്ട് പോയിട്ടോ. പണ്ട് ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ എന്നെ ദുബായിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഉപ്പ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, നമുക്ക് ഇഷ്ടമുള്ള നല്ല ചോക്ലേറ്റ് മേടിച്ച് തരും. അങ്ങനെ ആ ഒരു കുഞ്ഞപ്രായത്തിൽ ഉപ്പാൻ്റെ തലോടലും ഉപ്പാൻ്റെ സ്നേഹവും, കാരണം ഉപ്പാനെ കുറേ ആയിട്ട് ഇപ്പം ഇങ്ങനെ കിട്ടാറില്ല. കല്യാണം കഴിഞ്ഞു, മക്കളായി, പിന്നെ ഉപ്പാൻ്റെ വർക്കിൽ ഇത്തരത്തിലായിട്ട് നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സ്പെഷ്യലാണ്, അത്രയും മധുരമേറിയ ഒരു യാത്രയാണ്. എനിക്ക് പഴയ ഞങ്ങൾ യാത്രക്കിടയിൽ പഴയ പണ്ടത്തെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സിറ്റി സെന്ററിൽ ജസ്റ്റ് ഒരു മാക്സിമം സ്പ്ലാഷ് ഒക്കെ നോക്കി. ഇനി നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗിഫ്റ്റ് മാർക്കറ്റിലോട്ടാണ്. എന്താണേലും ഈ ഭൂമിയിൽ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് തന്നെയാണ്, നമ്മുടെ ഉമ്മയാണ്. നമുക്ക് അവർ ചെറുപ്പത്തിൽ നമുക്ക് എത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഓരോരോ കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളേറെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളേറെ വേദനിക്കുന്നതും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും നമ്മുടെ ഉപ്പയും ഉമ്മയാണ്. ഈ അവർ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് ഉപ്പയും ഉമ്മയും ഉള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ മാക്സിമം നമ്മൾ സ്നേഹിക്കുക. അവർ ചീത്ത പറയുക, അവരുടെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അവരെ മനസ്സിലാക്കുക. കാരണം അവർ ചൂടാവുന്നത് എന്തിനാണ്, അവർ ദേഷ്യപ്പെടുന്നത് അവർക്ക് ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണെന്നൊക്കെ നമ്മളൊരു മദർഹുഡ് അല്ലെങ്കിൽ ഒരു ഫാദർഹുഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ഉമ്മയും ഉപ്പയും എന്തിനാണ് നമ്മളോട് ഓരോന്നിനും വഴക്ക് പറഞ്ഞിരുന്നത്. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും എന്താണെങ്കിലും എൻ്റെ ഒരു ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് ചീത്ത ഉമ്മാൻ്റെ അടുത്ത് ചീത്ത കേൾക്കേണ്ട ഒരു അവസ്ഥ ഒന്നും വന്നിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാരൻസ് തന്നെ ആയിരുന്നു എൻ്റെത്. ഭയങ്കര ഐ എം സോ ബ്ലെസ്ഡ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇത്തരത്തിലുള്ള കുറേ ബാക്കിലോട്ട് പോയി പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിങ്ങിൽ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി. ഉപ്പാടെ വക ഇപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചോ, ഇഷ്ടമുള്ളതോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും. കാരണം നമുക്കൊന്നും വേണ്ടെങ്കിലും നമുക്ക് അവരുടെ ഓരോരോ കരുതലും സ്നേഹമൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷത്തിൻ്റെ കൂടെ കുറേ സങ്കടവും വരും കേട്ടോ. അങ്ങനെ കുറേ ചോക്ലേറ്റും മക്കൾക്ക് ഇഷ്ടമുള്ള കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് നടക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ അവിടെ കയറി. വല്ലാണ്ട് രാത്രി ആയിട്ടില്ല, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ കയറിയ ഉടനെ തന്നെ മോനക്ക് ഇഷ്ടമുള്ളൊരു ജ്യൂസും ഓർഡർ ചെയ്തു. ഞാനും ഉപ്പയും ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഉപ്പ ചെറുപ്പത്തിൽ കൊണ്ടുവന്ന സമയത്ത് ഒത്തിരി നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കൂടെ നമ്മൾ സംസാരിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു ഉപ്പനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 മക്കൾക്കും ഒരു എന്താ പറയുക ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് എല്ലാം തുറന്ന് പറയാനും തുറന്ന് സംസാരിക്കാനും, അത് ഏത് സമയമായിക്കോട്ടെ, ഇനി കോളേജ് ടൈം ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പ തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? വിച്ച് സ്മെല്ലിന് ഏത് ഓർഗനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ. പിന്നെ ഓക്കെ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ഇൻ ബോഡി? എന്ത് ഇഷ്യാർക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഇപ്പനെ. ഇപ്പൊ എന്റെ വാങ്ങി തന്നെ. ഇപ്പൊ എന്റെ തിന്നെ. ഇപ്പൊ എന്റെ ചിപ്സ് തിന്നാ. ഇനി എന്റെ തിന്നാ പോണേ. ഏത് ഫ്ലേവർ ആണ്? സ്ട്രോബെറി. സൂപ്പറാ.
ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ.